This is Dhanya. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബയോസ് ആൻഡ് CMOS സെറ്റപ്പിനെ പറ്റിയാണ് കേട്ടോ. അപ്പം എന്താണ് ബയോസ്? ബയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, അതാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അപ്പം ബയോസ് എന്ന് പറയുന്നത് നമ്മളുടെ മദർ ബോർഡിൽ, ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിലെ മദർ ബോർഡ് ഉണ്ടല്ലോ, ആ മദർ ബോർഡിൽ നമുക്ക് ചെറിയ മെമ്മറി ചിപ്സ് ഉണ്ടായിരിക്കും. ആ മെമ്മറി ചിപ്പിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫേം വെയർ ആണ് ബയോസ്. ഓക്കെ, ബയോസ് എന്ന് പറയുന്നത് ഒരു ഫേം വെയർ ആണ്. അത് മദർ ബോർഡിൽ മെമ്മറി ചിപ്പിലാണ് അത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് ഈ ബയോസ്? ഈ ബയോസ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം ആദ്യം നമ്മൾ ബൂട്ട് ചെയ്യില്ലേ, ആ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം റൺ ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ്വെയർ, ഫസ്റ്റ് സോഫ്റ്റ്വെയർ, നമ്മുടെ സിസ്റ്റം റൺ ചെയ്യുമ്പോൾ ആദ്യം റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ബയോസ് എന്ന് പറയുന്നത്. നമ്മളുടെ സിസ്റ്റത്തിലുള്ള ബാക്കിയുള്ള ഹാർഡ്വെയർ കോമ്പണൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ടിംഗ് സമയത്ത് എല്ലാത്തിനും വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതും ഈ ബയോസ് ആണ്. ഓക്കെ, ഹാർഡ്വെയർ കോമ്പണൻസ് ഇനീഷ്യലൈസേഷനും അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ടിംഗിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പ്രിപ്പയറിംഗ് ദി സിസ്റ്റം ഫോർ ബൂട്ടിംഗ് ദി OS. അപ്പം ഇതെല്ലാം ചെയ്യുന്നത് ബയോസ് ആണ്. ഓക്കെ, സോ ഇത് ഒരു മെമ്മറി ചിപ്പിനുള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫേംവെയർ ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫങ്ഷൻ ആണ് പോസ്റ്റ്. പോസ്റ്റ് എന്ന് വെച്ചാൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ഓക്കെ, പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. അത് പറഞ്ഞാൽ അതായത് നമ്മളുടെ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ഹാർഡ്വെയർ കോമ്പണൻസ് ഏതൊക്കെയാണ്? CPU, RAM, മെമ്മറി, സ്റ്റോറേജ്, ഇതൊക്കെയാണ് അല്ലേ. അപ്പം ഈ കോമ്പണൻസ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റ് ആണ്. ഓക്കെ, പോസ്റ്റ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു എറർ മെസ്സേജ് കാണിക്കും. നോ ബൂട്ടബിൾ ഡിവൈസ് ഫൗണ്ട് എന്ന് പറയുന്ന ഒരു എറർ മെസ്സേജ് കൂടി കാണിക്കും ഈ ഒരു പോസ്റ്റ് ടെസ്റ്റിനകത്ത്. ഓക്കെ, പവർ ഓൺ സെൽഫ് ടെസ്റ്റ്, CPU, RAM, സ്റ്റോറേജ് പോലുള്ള എസെൻഷ്യൽ ഹാർഡ്വെയർ കോമ്പണൻസ് എല്ലാം തന്നെ വർക്കിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ആണ് ഈ പോസ്റ്റ്. ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൂട്ട് സ്ട്രാപ്പിംഗ്. ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത് ഇപ്പം അതായത് നമ്മളുടെ മെമ്മറിയിലേക്ക്, ഓക്കെ, സ്റ്റോറേജ് നമ്മളിപ്പം ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഉണ്ടെങ്കിൽ ആ ഒരു സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് മെമ്മറിയിലേക്ക് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ അത് ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക, ഇതെല്ലാം ബൂട്ട് സ്ട്രാപ്പിംഗിൽ വരുന്നതാണ്. ഇതും ബയോസിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, ലൊക്കേറ്റ്സ് ആൻഡ് ലോഡ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്രം സ്റ്റോറേജ് ഡിവൈസ് ഇൻ ടു മെമ്മറി. ഓക്കെ, സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് മെമ്മറിയിലേക്ക് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ലോഡ് ചെയ്ത് അതിനെ ലൊക്കേറ്റ് ചെയ്യുന്നത് ബൂട്ട് സ്ട്രാപ്പിംഗ്. അതും ബയോസിന്റെ ഫംഗ്ഷൻ ആണ്. അടുത്തത് ഹാർഡ്വെയർ ഇനീഷ്യലൈസേഷൻ. ഹാർഡ്വെയർ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് പേര് പോലെ തന്നെയാണ്, നമ്മളുടെ ആവശ്യമായിട്ടുള്ള ഹാർഡ്വെയർസ് ആണ് ഈ കീബോർഡ്, മൗസ്, അതുപോലെ തന്നെ ഹാർഡ് ഡ്രൈവ്സ്, പിന്നെ ഗ്രാഫിക് കാർഡ്സ് ഒക്കെ. അപ്പം ഇതെല്ലാം തന്നെ എന്താണ്? സെറ്റപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുക, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ഹാർഡ്വെയറിനെ ഇനീഷ്യലൈസ് ചെയ്യും. നമ്മൾക്കിപ്പം കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ നമ്മളൊരു മൗസ്, കീബോർഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ കണക്ട് ചെയ്തത്. ആ ഒരു കണക്ഷൻസ് എല്ലാം തന്നെ അതെല്ലാം തന്നെ ടെസ്റ്റ് ചെയ്ത് അത് സെറ്റപ്പ് ചെയ്യുന്നു. ഈ ഒരു ഹാർഡ്വെയർ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നതും ബയോസ് ആണ്. ഓക്കെ, അടുത്തത് ബയോസ് സെറ്റിംഗ്സ് കോൺഫിഗറേഷൻ. ഓക്കെ, നമ്മൾക്ക് അതായത് നമ്മുടെ സിസ്റ്റത്തിൽ കുറേ ആവശ്യമായിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ഉണ്ടാവും. ആ ഒരു സെറ്റിങ്സ് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് ഒരു ബയോസ് സെറ്റിങ്സ് കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ഈ ബൂട്ട് സീക്വൻസ്. അതായത് നമുക്കിപ്പം USB-യിൽ നിന്നോ അല്ലെങ്കിൽ ഹാർഡ്വെയറിൽ നിന്നൊക്കെ നമുക്ക് ബൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ബൂട്ട് സീക്വൻസ്, പിന്നെ ഓവർ ക്ലോക്കിംഗ് ഓപ്ഷൻസ്, പിന്നെ എന്താണ് ഇൻ്റഗ്രേറ്റഡ് പെരിഫറൽസ്, സെക്യൂരിറ്റി സെറ്റിങ്സ്, ഇതെല്ലാം തന്നെ അതിൽ വരുന്ന കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, ബയോസ് പാസ്വേഡ് ഒക്കെ വരുന്നത് ഈ ഒരു സെറ്റിംഗ്സിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ബയോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് കാര്യങ്ങൾ. ഇപ്പം എന്താ പറയുക, മെമ്മറി ആവട്ടെ, RAM ആവട്ടെ, CPU ആവട്ടെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കീബോർഡ്, മൗസ്, ഹാർഡ് ഡ്രൈവ്, എന്തുമാവട്ടെ, ഇങ്ങനെയുള്ള ഹാർഡ്വെയർസും അതുപോലെ തന്നെ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മളിപ്പോൾ കീബോർഡിൽ പലതും അമർത്തുന്നു, മൗസ് കൊണ്ട് പലതും
ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്, ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ബയോസ് ആണ്. ഓക്കെ, സോ ബയോസ് ആക്ട് ആസ് ആൻ ഇന്റർമീഡിയറി എൻഷുറിംഗ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഹാർഡ്വെയർ. അപ്പം മൊത്തത്തിൽ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ എന്ത് തന്നെ ചെയ്യുവാണെങ്കിലും ആ എല്ലാത്തിൻ്റെയും ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ ബയോസിൽ നിന്നാണ്. ഓക്കെ, അതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ബയോസിൽ ഉണ്ടാവുന്ന കോമ്പണൻസ് എന്തൊക്കെയാണെന്ന്, അപ്പം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, നമ്മുടെ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും എല്ലാത്തിനെയും കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബയോസ്, അതിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് വരുന്നത്? ഒന്നാമത്തത് ഫേംവെയർ ചിപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ഫേംവെയർ ആണെന്ന് പറഞ്ഞു. ഫേംവെയർ ആണ്, അത് എവിടെയാണ് കാണുന്നത്? മദർ ബോർഡിലെ മെമ്മറി ചിപ്പിലാണ് കാണുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് ഒരു ചിപ്പാണെന്നുള്ളതും പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ ആദ്യത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് ഒരു ഫേംവെയർ ചിപ്പാണ്. അതിനകത്ത് ബയോസ് കോഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഉള്ളതാണ് ബയോസ് സെറ്റപ്പ് യൂട്ടിലിറ്റി. ഓക്കെ, ഈ ഒരു യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് കീസിന്റെ കോമ്പിനേഷൻസ് വെച്ചിട്ടാണ്. അപ്പം അതായത് നമുക്ക് ഡെൽ കീവേഡ്, അതായത് ഡെൽ കീ, അതുപോലെ തന്നെ F2 F12 ഈ കീ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ബയോസ് സെറ്റപ്പ് യൂട്ടിലിറ്റി. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ദെൻ മൂന്നാമത്തതാണ് CMOS. CMOS നമുക്കത് പഠിക്കാനുണ്ട്, കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പം അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബയോസിന്റെ സെറ്റിങ്സ്, ബയോസിന്റെ ഈ സെറ്റിങ്സ് ഒരു വോളറ്റൈൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ബയോസ്, അതായത് വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ പോവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചെറിയ ബാറ്ററി സെറ്റപ്പിൽ, എന്താ പറയുക, ഒരു ചെറിയ ബാറ്ററി സെറ്റപ്പിൽ ഒരു വോളറ്റൈൽ മെമ്മറിയിൽ ഈ ബയോസ് സെറ്റിങ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അതാണ് CMOS എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ നമുക്ക് പറയാം വരുന്നുണ്ട്. അപ്പം എന്താണ് നമ്മളുടെ CMOS? CMOS എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്, ഒരു വോളറ്റൈൽ മെമ്മറിയിലേക്ക് ഈ ബയോസിന്റെ സെറ്റിങ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോവും, ഡാറ്റ നമുക്ക് ഈ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകും. ബയോസിന്റെ സെറ്റിങ്സും ഈ സിസ്റ്റം കോൺഫിഗറേഷനും എല്ലാം തന്നെ ചെറിയ സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ബാറ്ററി പവറിൽ എന്താ ഒരു വോളറ്റൈൽ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അത് വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ സഹായത്തോടെ കൂടിയാണെന്ന് പറഞ്ഞു. ആ ഒരു ബാറ്ററി എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയൊരു ഇതാണ്, അതിന് CMOS ബാറ്ററി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡേറ്റ, നമ്മൾ കമ്പ്യൂട്ടർ എപ്പോഴും ഓൺ ആയിരിക്കുന്ന ആ സമയം അത്രയ്ക്ക് മാത്രം എന്താ പറയുക, ആ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ സിസ്റ്റം പവർ ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡേറ്റ പോവും അല്ലെ, കമ്പ്യൂട്ടർ ഓഫ് ആയി കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ പോവും. അപ്പൊ അത് പോവാതെ അത് റീറ്റെയിൻ ചെയ്യിക്കാൻ വേണ്ടി മാത്രം ഒരു ചെറിയ തോതിൽ നമ്മൾ ആ ഒരു ബാറ്ററി സപ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ, അതാണ് CMOS ബാറ്ററി. അപ്പം ഒരു വോളറ്റൈൽ മെമ്മറിയിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്, ഈ ബയോസും സെറ്റിങ്സും അതുപോലെ തന്നെ സിസ്റ്റം കോൺഫിഗറേഷനും. അത് എന്താ പറയുക, അത് നമുക്ക് എപ്പോഴും ഈ റീറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി യൂസ് ചെയ്തിട്ടാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ബാറ്ററിയാണ് CMOS ബാറ്ററി. ഓക്കെ, ഇനി CMOSന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തത് സ്റ്റോർസ് ബയോസ് കോൺഫിഗറേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പം ബയോസ് കോൺഫിഗറേഷനും ബയോസ് സെറ്റിങ്സും എല്ലാം തന്നെ സ്റ്റോർ ചെയ്യുന്നത് CMOS യൂസ് ചെയ്തിട്ടാണ്. അപ്പം അത് അതിനകത്ത് സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സിസ്റ്റത്തിന്റെ ടൈം, ഡേറ്റ്, അതുപോലെ തന്നെ ബൂട്ട് സീക്വൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹാർഡ്വെയർ പ്രിഫറൻസസ്, ഇതെല്ലാം തന്നെ ബയോസ് കോൺഫിഗറേഷൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഈ ബയോസ് കോൺഫിഗറേഷൻ സ്റ്റോർ ചെയ്യുന്നത് CMOSലാണ്. ഓക്കെ, ദെൻ അടുത്തത് മെയിൻറ്റെയിൻസ് ടൈം ആൻഡ് ഡേറ്റ്. അപ്പം നമ്മളുടെ സിസ്റ്റം നമുക്കറിയാലോ, ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഇപ്പോൾ ടൈമും ഡേറ്റും ഒക്കെ തെറ്റി കഴിഞ്ഞാൽ അത് ചിലപ്പം ആ കമ്പ്യൂട്ടർ അതിൻ്റെ അത് വർക്കിംഗ് പ്രോപ്പർ ആവില്ല. അപ്പോൾ ആ ഒരു സിസ്റ്റം ടൈം ആൻഡ് ഡേറ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു CMOS ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ ഓഫ് ആയി കഴിഞ്ഞാൽ, ഇപ്പം നമുക്കിപ്പോൾ സിസ്റ്റം ഓഫ് ആയി കഴിഞ്ഞാലും ഓൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഡേറ്റും ടൈമാണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു CMOS ബാറ്ററി, അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇപ്പം പവർ ഓഫ് ആയി കഴിഞ്ഞാലും നമ്മൾക്ക് അതിലുള്ള ആ ഒരു ഡേറ്റ അത് റീറ്റെയിൻ ചെയ്ത് നിൽക്കുക. ഓക്കെ, ആ നിൽക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളൊരു ഒരു ചെറിയൊരു ബാറ്ററി സപ്പോർട്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തത് കസ്റ്റം യൂസർ സെറ്റിങ്സ്. ഓക്കെ, യൂസർ സെറ്റിങ്സ് എല്ലാം കസ്റ്റം ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയർ സെറ്റിങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ബൂട്ടിംഗ് പ്രിഫറൻസ് ആണെങ്കിലും, അപ്പോൾ അതെല്ലാം തന്നെ നമ്മളുടെ പ്രിഫറൻസ് അനുസരിച്ച്, കസ്റ്റമറിന്റെ അല്ലെങ്കിൽ യൂസറിന്റെ പ്രിഫറൻസസ് അനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്യുന്നു. ഓക്കെ, അത് CMOSന്റെ ഫംഗ്ഷൻ ആണ്. സോറി, ഇനി CMOS ബാറ്ററി. ഇപ്പം CMOS
ബാറ്ററി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ വോളറ്റൈൽ മെമ്മറി ആണ് അല്ലെ. ആ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുമ്പോൾ സിസ്റ്റം ഓഫ് ആയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഡേറ്റ പോകുന്നതാണ്. സോ ആ ഒരു ഡേറ്റ നമുക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം CMOS ചിപ്പിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് ഒരു CMOS ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു CMOS ബാറ്ററി നമുക്ക് എന്തായാലും കമ്പൽസറി ആയിട്ടും വേണം. അപ്പോൾ അത് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുന്നത്, അതായത് സിസ്റ്റത്തിന്റെ ടൈമും ഡേറ്റും തെറ്റി കാണിക്കും. അതുപോലെ തന്നെ ബയോ സെറ്റിംഗ്സ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റീസെറ്റ് ആയിട്ട് കാണിക്കും. അതുപോലെ തന്നെ CMOS ചെക്ക് സം എറർ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ എറർ മെസ്സേജസ് ഒക്കെ വരുവാണെങ്കിൽ നമ്മളുടെ CMOS ബാറ്ററി ഫെയിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ CMOS ബാറ്ററി ആണ് ഇതെല്ലാം ചെയ്യുന്നത്. സോ ഈ ഒരു CMOS ബാറ്ററി ഫെയിൽ ആയാൽ ഇത്രയും എറർ മെസ്സേജസ് ഒക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ CMOSന്റെ സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കീ കോമ്പിനേഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കോമൺ കീസ് ആണ് ഈ ഡെൽ, അതുപോലെ തന്നെ F1, F2, F10, എസ്കേപ്പ് ഒക്കെ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു സെറ്റപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കറിയാലോ, എന്താ പറയുക, ഫങ്ഷണൽ കീസ് എന്ന് പറയുമ്പോൾ ഈ ഫങ്ഷണൽ കീസിന് ഓരോ ഫങ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ആ മുകളിലത്തെ ആ ഒരു ലൈനിൽ കാണുന്ന ആ ഒരു കീസിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ ഒരു കീ കോമ്പിനേഷൻസ് ആണ് നമുക്ക് ഈ ഒരു CMOS സെറ്റപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കപ്പം ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്ക് കാണിക്കുമ്പോൾ അടിയിൽ നമുക്ക് കാണിക്കില്ല പ്രസ് ഡെൽ ടു എൻ്റർ സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും അങ്ങനെ നമുക്ക് എഴുതി കാണിക്കും. നമുക്ക് ചിലപ്പം തുറക്കുമ്പോൾ F1, F2, F3 അമർത്തി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരേണ്ടത് എന്നുള്ളത് നമുക്ക് എഴുതി കാണിച്ചു തരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അപ്പോൾ ഈ ഒരു കീ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു CMOS സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി CMOS സെറ്റപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സോറി, ഒന്ന് ബൂട്ട് സീക്വൻസ്. ബൂട്ട് സീക്വൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റം ബൂട്ട് ചെയ്ത് വരുമ്പം നമുക്ക് ഏതൊക്കെ ഡിവൈസസ് ചെക്ക് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അത് ബൂട്ട് ചെയ്ത് വരേണ്ടത്, ഏത് ഓർഡറാണ് നമുക്ക് ഈ ഒരു ഡിവൈസസ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം തന്നെ CMOSൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷനാണ് കേട്ടോ. അതായത് ബൂട്ട് സീക്വൻസ് ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, ദ ഓർഡർ ഇൻ വിച്ച് ഡിവൈസസ് ആർ ചെക്ക്ഡ് ഫോർ ബൂട്ടബിൾ മീഡിയ. പിന്നെ ടൈം ആൻഡ് ഡേറ്റ് നമ്മുടെ സിസ്റ്റം ക്ലോക്ക് കാലണ്ടർ ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് പെരിഫറൽസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്റഗ്രേറ്റഡ് പെരിഫറൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില ഡിവൈസസ് നമ്മുടെ ഇതിൽ ഓൺബോർഡ് ചെയ്തിട്ടുള്ള ഡിവൈസസ് നമുക്ക് ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ചില പോർട്ടുകൾ ഇപ്പം USB പോർട്ട്സ് ആണെങ്കിൽ ചില പോർട്ട്സ് നമുക്ക് വേണമെങ്കിൽ ഇനേബിൾ ചെയ്ത് വെക്കാം, ചിലത് എന്താ പറയുക ഡിസേബിൾ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഓഡിയോ കൺട്രോളേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ സൈഡിലുള്ള ആ പോർട്ട്സ് ഒക്കെ നമുക്ക് ഇനേബിൾ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇന്റഗ്രേറ്റഡ്, അതായത് ഇതിനോട് കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പെരിഫറൽസ് അത് CMOS അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അഡ്വാൻസ്ഡ് സെറ്റിംഗ് ആണ് CPUന്റെ ക്ലോക്ക്. അപ്പോൾ ഓവർ ക്ലോക്കിംഗ് അതുപോലെ തന്നെ ഫാൻ സ്പീഡ്സ് ഇതൊക്കെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CMOS ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബയോസ് പാസ്വേഡ് ഒക്കെ അല്ലേ. അപ്പോൾ ആ ബയോസിന്റെ പാസ്വേഡ് നമുക്ക് കോൺഫിഗർ ചെയ്യാനും അത് ആക്സസ് ചെയ്യാനും നമ്മളുടെ ഹാർഡ്വെയറിനെ പ്രൊട്ടക്ട് ചെയ്യാനും ആവശ്യമായിട്ടുള്ള എല്ലാ സെക്യൂരിറ്റിയും ഈ ഒരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് CMOSൽ വരുന്ന ഓപ്ഷൻസ്. അതായത് ബൂട്ട് സീക്വൻസ്, ടൈം ആൻഡ് ഡേറ്റ്, ഇന്റഗ്രേറ്റഡ് പെരിഫറൽസ്, ദെൻ അഡ്വാൻസ് സെറ്റിംഗ്, സെക്യൂരിറ്റി. ഓക്കെ, ഇനി ബയോസും CMOSും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ്. ഓക്കെ, ഇനി അതായത് ബയോസും CMOSും മെയിൻ ആയിട്ട് അതിന്റെ പേർപ്പസ് പറയുകയാണെങ്കിൽ, ഒന്ന് എന്താണ് ബയോസിന്റെ പേർപ്പസ് എന്താണ്, ഒരു ഫേംവെയർ ആണ്. നമ്മുടെ ഹാർഡ്വെയർ ഇനീഷ്യലൈസേഷനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്യുമ്പോഴും വരുന്ന ആദ്യത്തെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ റൺ ചെയ്യുന്ന ആദ്യത്തെ സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഫേംവെയർ ആണ് ഈ ബയോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CMOSന്റെ പേർപ്പസ് എന്താണ്, ഈ ബയോസിന്റെ കോൺഫിഗറേഷനെയും അതിന്റെ സിസ്റ്റം സെറ്റിംഗ്സിനെയും സ്റ്റോർ ചെയ്യുന്നത് ആരാണ്, CMOS ആണ്. ഓക്കെ, ഇനി ബയോസ് എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ഫേംവെയർ ആണ്, പക്ഷെ CMOS ആണെങ്കിൽ വോളറ്റൈൽ ആണ്. ഓക്കെ, പിന്നെ പവർ ഇവിടെ എന്താ പറയാ നോൺ വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയാ
ബാറ്ററി സപ്പോർട്ടിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബാറ്ററി വേണ്ട. ഇവിടെ ഡേറ്റ റിട്ടേൺ ചെയ്യണമെങ്കിൽ CMOSന് ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം വോളറ്റൈൽ മെമ്മറി ആയതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം സിസ്റ്റം ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് വരുമ്പം അതിന്റെ ആ ഒരു ഡേറ്റ നഷ്ടപ്പെടും. സോ അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു CMOS ബാറ്ററി ആവശ്യമാണ്. ഓക്കെ, ഇനി ലൊക്കേഷൻ എവിടെയാണ് ഇത് ഇരിക്കുന്നത്? ബയോസ് എവിടെയിരിക്കുന്നത്? ഫേംവെയർ ചിപ്പാണ്, മദർ ബോർഡിനകത്തുള്ള ഒരു മെമ്മറി ചിപ്പിലാണ്. CMOS എവിടെയിരിക്കുന്നത്? മദർ ബോർഡിൽ തന്നെയാണ്. അത് ഈ മെമ്മറി ചിപ്പ്, അതായത് ഈ ബയോസ് ഇരിക്കുന്ന മെമ്മറി ചിപ്പ് പോലെ തന്നെ ഒരു ചെറിയൊരു ചിപ്പിലാണ് ഇരിക്കുന്നത്. അത് പവർ കൊടുക്കുന്നത് ആരാണ്? ഒരു ബാറ്ററി, CMOS ബാറ്ററി ആണ് അതിന് പവർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസസ്. ഇനി ഈ ബയോസ് ആൻഡ് CMOS രണ്ടെണ്ണത്തിലും ഉണ്ടാവുന്ന ചെറിയ കോമൺ ഇഷ്യൂസും അത് എങ്ങനെയൊക്കെ ട്രബിൾ ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ജസ്റ്റ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തത് ബയോസ് കറപ്റ്റ് ആയിട്ട് പോവുക, ബയോസ് കറപ്ഷൻ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കറപ്ഷൻ വന്നിട്ടുണ്ടെന്ന് പറയുവാണെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരു റിക്കവർ യൂട്ടിലിറ്റി യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ബയോസ് ഫേംവെയറിനെ റീഫ്ലാഷ് ചെയ്യാം. ഓക്കെ, റീഫ്ലാഷ് ദ ബയോസ് ഫേംവെയർ അല്ലെങ്കിൽ ഒരു റിക്കവറി യൂട്ടിലിറ്റി യൂസ് ചെയ്യാം. ഇനി വേറൊരു ഇഷ്യൂ ആണ് CMOS ചെക്സം എറർ. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ CMOSന്റെ ബാറ്ററി അതായത് ഡൗൺ ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ചിലപ്പോൾ എറേഴ്സ് ഒക്കെ കാണിക്കും. അതിൽ വരുന്ന ഒരു എററാണ് ചെക്സം എറർ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CMOS കറപ്റ്റഡ് ആയിട്ടുണ്ട്, ഇങ്ങനെ ഒരു എറർ കാണിക്കുന്നതെങ്കിൽ മീൻ ചെയ്യുന്നത് CMOS കറപ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ പറഞ്ഞു CMOS ബാറ്ററി ഡൗൺ ആകുമ്പോഴാണ്. സോ അത് ആ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താ പറയുക, സെറ്റിങ്സ് ഒന്നും കൂടി റീകോൺഫിഗർ ചെയ്യുക. ഓക്കെ, അടുത്തത് unable to boot from device. നമ്മുടെ ഡിവൈസിൽ ബൂട്ടിംഗ് നടക്കാതെ വരിക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ബൂട്ട് സീക്വൻസ് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം. ഏതാണ് ആദ്യം ബൂട്ട് ചെയ്യണം, നമുക്ക് ഒരു ഓർഡർ സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഓർഡർ ഇൻകറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇൻകറക്റ്റ് ബൂട്ട് സീക്വൻസ് വന്നു, അതുപോലെ തന്നെ ആ ഒരു സീക്വൻസ് ചിലപ്പോൾ ഇൻകറക്റ്റ് ആവുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഏതെങ്കിലും ഹാർഡ്വെയർ ഫെയിലിയർ വരുവാണെങ്കിൽ ഈ ഒരു സീക്വൻസ് ഇൻകറക്റ്റ് ആയിട്ട് പോവാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ബൂട്ടിംഗ് കറക്റ്റ് ആയിട്ട് നടക്കാതെ വരും, unable to ബൂട്ടിംഗ് വരും. ഓക്കെ, സോ അവിടെ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂട്ട് ഓർഡർ കറക്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ബയോ സെറ്റിംഗ്സിൽ പോയിട്ട് ആ ഒരു ബൂട്ട് ഓർഡർ കറക്റ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ആവും. ഓക്കെ, ദെൻ ഔട്ട്ഡേറ്റഡ് ബയോസ്, നാലാമത്തതാണ് ഔട്ട്ഡേറ്റഡ് ബയോസ് ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ അവിടെ നമ്മൾ സിസ്റ്റം മാറുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഒക്കെ വരും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ബയോസ് ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ആ ഒരു പുതിയ ഹാർഡ്വെയറുമായിട്ട് അത് മാച്ച് ചെയ്തൊന്നും വരില്ല. സോ അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ ബയോസ് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ മാനുഫാക്ചർ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട് അതെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് ഒരു ബയോസിന് നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഇഷ്യൂയും സോൾവ് ആയിട്ട് വരും. ഓക്കെ, ഇനി ഇപ്പോഴത്തെ, അതായത് നമുക്കിപ്പം ബയോസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഉള്ളതാണ്. അപ്പം നമുക്കിപ്പം പുതിയതായിട്ട് അതിനൊരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളതാണ്. ഇപ്പം ഇത് പറയുന്നത് ജസ്റ്റ് ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു ഓൾട്ടർനേറ്റീവ് ആണ് UEFI എന്ന് പറയുന്നത്. പുതിയൊരു ഓൾട്ടർനേറ്റീവ് അല്ല, ഇപ്പം നമുക്ക് മോഡേൺ ആയത്, ഇതിപ്പം ലേറ്റസ്റ്റ്, ഇപ്പം ബയോസിന് പകരം ഓക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് UEFI, യൂണിഫൈഡ് എക്സ്റ്റൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ്. ഓക്കെ, നമുക്കത് ബയോസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതിൽ ഒരുപാട് എന്താ പറയുക ഹാർഡ് ഡ്രൈവ്സ്, അപ്പം നമുക്ക് 2 TB വരെയൊക്കെ വരുന്ന ഹാർഡ് ഡ്രൈവ്സ് അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയതൊന്നുമല്ല, വലിയ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ബൂട്ടിംഗ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ GUI അതുപോലെ മൗസ് എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വളരെ സെക്യൂർ ആയിട്ട് തന്നെ നമുക്ക് ബൂട്ടിംഗ് നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ സെക്യൂരിറ്റിയോട് കൂടിയിട്ട് വരുന്നതാണ് UEFI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിതിന്റെ MCQs അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.